ഒരു കുട്ടിക്കൊമ്പിന് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റിപ്പട്ടം മേക്കിംഗ് ആയാലോ? വായോ. അപ്പം ഞാൻ അതിന് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് റെക്സിൻ ഷീറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ഷീറ്റ് യൂസ് ചെയ്യുക. എന്നിട്ട് അതൊരു വെൽവെറ്റിലോട്ട് ഒട്ടിച്ച് കൊടുത്താൽ കേട്ടോ. പിന്നെ മയിൽപ്പീലിയുടെ ആയതുകൊണ്ട് തന്നെ ബ്ലൂ വെൽവെറ്റ് തുണിയാണ് നമ്മൾ മുകളിലേക്ക് യൂസ് ചെയ്യുന്നത്. ഉള്ളിൽ കവർ ചെയ്യാനുള്ള ഗോൾഡൻ ക്ലോത്ത്. പിന്നെ ഫെവിബോണ്ടിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ സൈഡ് നമ്മൾ ബോർഡർ കൊടുക്കാനുള്ള കുമിളകൾ, ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള മുത്തുകൾ, പിന്നെ മൂക്ക്, തൃക്കണ്ണ്, കാളാഞ്ചി, പിന്നെ നമ്മൾ 2 സൈഡിലും കൊടുക്കുന്ന എല്ലാ കുമിളകൾ പല സൈസിലൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ചന്ദ്രക്കല. ഇത് കൂടാതെ നമ്മൾ ചൂരൽപ്പുള്ളിയോ നാഗപടമോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് മയിൽപ്പീലി നെറ്റിപ്പട്ടം ആയതുകൊണ്ട് തന്നെ മയിൽപ്പീലി. പല റേറ്റിന് കിട്ടും കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഇവിടെ 20ക്ക് ഒരെണ്ണം ആ റേറ്റിനൊക്കെയാണ് കിട്ടുക. പിന്നെ നമ്മൾ കാളാഞ്ചിയിൽ, അതായത് കുഞ്ചലത്തിന് വേണ്ടിയിട്ടുള്ള വൂളൻ നൂലാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഈ മയിൽപ്പീലി നെറ്റിപ്പട്ടത്തിന് വേണ്ടിയിട്ട് അതൊരു അളവ് വെച്ചിട്ടാണല്ലോ. ആ ആനക്കുട്ടിയുടെ അളവിനായതുകൊണ്ട് തന്നെ ആ ഒരു അളവിന് വേണ്ടി അളവെല്ലാം എടുത്തിട്ട് ഞാൻ വരച്ചിട്ട് ഒരു സൈഡിലേക്ക് വരച്ചിട്ട് ഇങ്ങനെ ഓരോരോ സംഭവങ്ങളും വരച്ച് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു മോൾഡ് പോലെ. ഇനി അതൊന്ന് ഞാൻ ആ റെക്സിൻ ഷീറ്റിലേക്ക് ജസ്റ്റ് ഒരു ബോർഡർ പോലെ ഞാൻ അതൊന്ന് വരച്ചു കൊടുക്കും. അതായത് നമ്മൾ നെറ്റിപ്പട്ടത്തിന് അളവെടുത്തിരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ 4 വശവും ഞാൻ വെറുതെ ഇത് കണക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മാത്രം മതി നമുക്ക് ആ ഗോൾഡൻ തുണി. അപ്പോൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെ, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതേ വരയിലൂടെ തന്നെ ഞാൻ ആ ഗോൾഡൻ ക്ലോത്ത് ഒരു ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും. എന്നിട്ട് ബാലൻസ് കിടക്കുന്ന ഷീറ്റ് ഞാൻ കട്ട് ചെയ്ത് കളയും. കാരണം 2 സൈഡിലേക്കും ബ്ലാക്ക് തന്നെ നമുക്ക് വേണം. കാരണം എന്താ, മയിൽപ്പീലി കേട്ടോ നമ്മൾ ഒട്ടിക്കുന്നത്. വൂളനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നൂല് കെട്ടുന്നതിന് നമുക്ക് ആ വിഷയമില്ല കേട്ടോ. അതുകൊണ്ട് ആ ബോർഡറിലൂടെ നമ്മൾ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഗോൾഡൻ ക്ലോത്ത് നമ്മളവിടെ ഒട്ടിച്ച് കൊടുക്കും കേട്ടോ. ഒന്ന് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ സൈഡെല്ലാം ദാണ്ട് ഇത് കണക്ക് കട്ട് ചെയ്ത് സൈഡ് ചേർത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മോൾഡ് വെച്ചിട്ട് നമ്മൾ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം, സൈഡ് ബോർഡറും കൂടെ നമ്മൾ അന്നേരം തന്നെ മാർക്ക് ചെയ്യാൻ നോക്കണം കേട്ടോ. ഒരു അളവൊന്നും മാറി പോവാണ്ട് തന്നെ സൂക്ഷിച്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ സൈഡിലത്തെ ആ ബോർഡർ മുത്തുണ്ടല്ലോ, അത് മൊത്തത്തിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അതെ, അത് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളിലേക്കുള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ കുമിളകൾ, തൃക്കണ്ണ്, പിന്നെ താഴെയുള്ള മൂലഗണപതി എല്ലാം ഞാൻ ആദ്യം മൂലഗണപതിയും വയ്ക്കും. പിന്നീടാണ് തൃക്കണ്ണ് വെക്കുന്നത് കേട്ടോ. കാരണം ഗണപതിക്ക് കൊടുത്തിട്ടെന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. അതേപോലെ ആദ്യം മൂലഗണപതി വെച്ചിട്ടാണ് കുമിളകളും എല്ലാ സംഭവങ്ങളും ഞാൻ വെക്കുന്നത്. അതിന് ശേഷം നമ്മളെന്താ ഇപ്പം ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിവനുസരിച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് ചുരുൾപ്പുള്ളി വെക്കണമെങ്കിൽ ചുരുൾപ്പുള്ളി വെക്കാം. ഇതിപ്പം ഞാൻ സൈഡിലത്തെ ആ ബോർഡർ മുത്തുണ്ടല്ലോ, ഒത്തിരി വലിപ്പം കൂടുതലാണല്ലോ, അത് കാണാൻ ഭംഗി ഉണ്ടായതുകൊണ്ട് അത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. കാരണം ഇത് അളവ് ഉണ്ടായതുകൊണ്ട് തന്നെ ചുരുൾപ്പുള്ളി വെക്കുമ്പോഴത്തേക്കും സൈസ് കുറച്ച് വലുതായി പോകുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ആനയുടെ ശില്പത്തിനൊത്ത സൈസ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാണ് കേട്ടോ ഞാൻ ഇതിപ്പോൾ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. കാരണം ഇത്തിരി അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇനി ഇത് കണക്ക് നമ്മൾ കുമിളകൾ ഒട്ടിച്ച് കൊടുക്കുക. അത് ഞാനിവിടെ വട്ടത്തിൽ ഒട്ടിക്കുന്നത്, നിങ്ങൾക്ക് നീളത്തിൽ ലൈനായിട്ടാണെങ്കിലും അങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ആ ഒരു വട്ടം കാണാൻ ഭംഗി ഉണ്ടായതുകൊണ്ട് ആ ഒരു വട്ടത്തിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചന്ദ്രക്കല വെക്കുമ്പോഴത്തേക്ക് അത് ഒരേപോലെ ആണോ എന്നും കൂടി നോക്കിക്കോണേ. സൈഡിലേക്ക് കയറ്റി കഴിഞ്ഞാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മയിൽപ്പീലിയുടെ ആ കണ്ണിന് താഴെ ഉണ്ടല്ലോ, ഒരു കുഞ്ഞു പച്ച കാണുന്ന ആ ഒരു ഏരിയ മുതലാണ് ഞാൻ കട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ റെക്സിൻ ഷീറ്റിലേക്ക് വെച്ച് നോക്കും. ഏകദേശം ഒരളവ്, അതായത് കണ്ണിന് താഴേക്ക് ദാണ്ട് ഞാനിപ്പോൾ ഈ വെട്ടുന്ന പോർഷനും മുകളിലേക്ക് എത്ര വേണം എന്നുള്ളത് നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ടാണ്. നിങ്ങൾക്ക് മുകളിലേക്കുള്ള ഏരിയ കട്ട് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാണ്ട് തന്നെ വിടാം. ഞാനിവിടെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി. കാരണം ഓരോ മയിൽപ്പീലിയുടെയും മുകളിലോട്ടുള്ള ഭാഗം എന്ന് പറയുമ്പോൾ പലതായിരിക്കും, ഈ കാണുന്ന പോലെ പലതായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു അളവ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അത് 4 സൈഡും, അതായത് മൊത്തത്തിൽ 4 അല്ല 3 സൈഡ് മുകളിലത്തെ ഏരിയ ഇല്ല കേട്ടോ, മൊത്തത്തിൽ അതിനെ ചുറ്റി വരുന്ന ഏരിയയിൽ ഒരേ അളവിന്, ഇപ്പോൾ ഒരു 6 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡും 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. ഇതിപ്പം എത്രയാണെന്ന് ഇത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ വെച്ച് എല്ലാ മയിൽപ്പീലിയും ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. പിന്നെ ഏറ്റവും താഴെ കുഞ്ചലം കൂടെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിപ്പട്ടം പരിപാടി തൽക്കാലം കഴിയും കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ വൂളൻ നൂല് വെച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.